രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് ഒരു മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നിൽക്കേണ്ട ഒരു ഘടകമാണ്. എന്നാൽ അയോധ്യയിലെ ശ്രീരാമന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മറ്റു പല മാനങ്ങളും കൈവന്നിരിക്കുകയാണ്. അതൊരു പക്ഷേ ക്ഷേത്രത്തെ ഹൈജാക്ക് ചെയ്തെടുത്ത BJP നിലപാടുകളിലൂടെ സംഭവിച്ച കാര്യമാണ്. രാജ്യം ഭരിക്കാനുള്ള മൂന്നാം അവസരമാണ് അയോധ്യയിലൂടെ BJP ലക്ഷ്യമിടുന്നത്. ഒപ്പം കോൺഗ്രസ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന സമീപനം അവർക്കെതിരെ തന്നെ ആയുധമാക്കുവാനും BJP ലക്ഷ്യമിട്ടു. എന്തായാലും രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഗുജറാത്തിൽ നിന്ന് വരുന്ന വാർത്ത കോൺഗ്രസിന് അത്ര ആശ്വാസം നൽകുന്ന ഒന്നല്ല. കാരണം രാമക്ഷേത്രത്തോടുള്ള പാർട്ടിയുടെ സമീപനത്തിൽ അസ്വസ്ഥനാണെന്ന് ആരോപിച്ച് ഗുജറാത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും MLA-യുമായ CJ ചാവ്ദ നിയമസഭാ അംഗത്വത്തിൽ നിന്നും രാജിവെച്ചിരിക്കുകയാണ്. വിജാപൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും 3 തവണ MLA ആയ ചാവ്ദ രാവിലെ ഗാന്ധിനഗറിൽ സ്പീക്കർ ശങ്കർ ചൗധരിക്ക് രാജിക്കത്ത് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്നാണ് രാജിവെച്ചിരിക്കുന്നത്. 25 വർഷമായി അദ്ദേഹം കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നു. എന്നാൽ രാംക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ആഹ്ലാദഭരിതമാകുമ്പോൾ ആ സന്തോഷത്തിന്റെ ഭാഗമാകുന്നതിന് പകരം കോൺഗ്രസ് കാണിച്ച സമീപനം തന്നെ അസ്വസ്ഥനാക്കി. രാജിക്കത്ത് നൽകിയതിനു ശേഷം ചാവ്ദ പ്രതികരിച്ചത് അങ്ങനെയാണ്. പ്രധാനമന്ത്രി മോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും പ്രവർത്തനങ്ങളെയും നയങ്ങളെയും പിന്തുണക്കണം. പക്ഷേ കോൺഗ്രസിലായിരിക്കുമ്പോൾ അത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് രാജിവെച്ചതെന്നും MLA പറയുന്നുണ്ട്. എന്തായാലും ചാവ്ദയുടെ വിടവാങ്ങലോടെ 182 അംഗ ഗുജറാത്ത് നിയമസഭയിൽ കോൺഗ്രസ് പാർട്ടിയുടെ എണ്ണം 15ആയി കുറഞ്ഞിരിക്കുകയാണ്. രാജിവെച്ച കോൺഗ്രസ് നേതാവ് വൈകാതെ BJP-യിൽ ചേരുമെന്നും ഉറപ്പായ കാര്യമാണ്. നേരത്തെ ആനന്ദ് ജില്ലയിലെ ഗംഭാട്ടിൽ നിന്നുള്ള കോൺഗ്രസ് MLA ചിരാഗ് പട്ടേലും നിയമസഭയിൽ നിന്നും രാജിവെച്ചിരുന്നു. BJP പ്രതീക്ഷിച്ച പോലെ പൂർണ്ണമായും കോൺഗ്രസിനെ ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ ഒറ്റപ്പെടുത്താൻ BJP-ക്ക് സാധിച്ചിരുന്നില്ല. കാരണം കോൺഗ്രസ് മാത്രമല്ല, പ്രമുഖ പാർട്ടികളെല്ലാം തന്നെ പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് അറിയിച്ചിരുന്നു. ഇതിനു പുറമെ രാജ്യത്തെ 4 ശങ്കരാചാര്യന്മാരിൽ 2 പേരും പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ചില നേതാക്കന്മാരിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുവാൻ BJP-ക്ക് സാധിച്ചത് അവർ നേട്ടമായി കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ MLA-മാരെയും MP-മാരെയും അടർത്തി മാറ്റുവാനുള്ള നീക്കങ്ങളാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാമക്ഷേത്രത്തിന്റെ കാര്യം പറഞ്ഞ് ഇനിയും പല നേതാക്കന്മാരും വിവിധ പാർട്ടികൾ വിടുമെന്നും BJP-യിൽ ചേരുന്നുമെല്ലാം നേരത്തെ ചില നേതാക്കൾ പറഞ്ഞിരുന്നതാണ്. രാമക്ഷേത്രം എന്ന വിഷയം മറയാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കൂടുമാറുവാനുള്ള നേതാക്കന്മാരുടെ തന്ത്രമായും പലരും ഇതിനെ നോക്കിക്കാണുന്നുമുണ്ട്.